T20 പരമ്പരയിലേറ്റ തോൽവിക്ക് പകരം വീട്ടുന്നതിനായി ടീം ഇന്ത്യ ഏകദിന പരമ്പരയ്ക്ക് നാളെ ഇറങ്ങുകയാണ്. 3 മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പര നാളെ ആരംഭിക്കുമ്പോൾ ആദ്യ മത്സരത്തിനുള്ള പ്ലേയിങ് 11 അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരിക്കൽ കൂടി ഗ്രൗണ്ടിൽ കാണുന്നതിന്റെ ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ക്രീസിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ടീം ഇന്ത്യ അടുത്ത വർഷം നടക്കാനായിരിക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ചില നിർണായക പരീക്ഷണങ്ങൾക്കും പ്ലേയിങ് 11 ടീം ഇന്ത്യ തയ്യാറാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ഇന്ത്യ എത്തുമ്പോൾ വൈസ് ക്യാപ്റ്റൻസി റോളിൽ ശ്രേയസ് അയ്യരാണ്. വിക്കറ്റ് കീപ്പർ റോളിൽ KL രാഹുലിനെയാണ് ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. നാളത്തെ മത്സരത്തിൽ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷൻ കിഷനെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം എത്തിയിരിക്കുന്നത്. ശിവം ദുബെയ്ക്ക് പകരക്കാരനായിട്ടായിരിക്കും ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററായ ഇഷൻ കിഷനെ ടീം പരിഗണിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഗിൽ രോഹിത് ശർമ്മ സഖ്യം ഓപ്പണിംഗിനായി എത്തുമ്പോൾ വൺ ഡൗണായി വിരാട് കോഹ്ലിയും ശേഷം ശ്രേയസ് അയ്യരുമായിരിക്കും എത്തുന്നത്. KL രാഹുൽ, ഇഷൻ കിഷൻ, അക്സർ പട്ടേൽ എന്നിവർ പിന്നീട് ബാറ്റിംഗിനായി എത്തുമ്പോൾ ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവ് തന്നെയാണ് ബോളിംഗ് ലൈനപ്പിൽ ടീം ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ബുംറയ്ക്കും അർഷ്ദീപ് സിംഗിനുമൊപ്പം ഗുർനൂർ ബ്രാർ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിക്കുമെന്നും ഏറ്റവും പുതിയ പ്ലേയിങ് 11 റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അക്സർ പട്ടേലിനൊപ്പം സ്പിൻ ബോളിംഗിൽ കുൽദീപ് യാദവ് ആയിരിക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ആദ്യ ഏകദിനത്തിലുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഇഷൻ കിഷൻ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, ഗുർനൂർ ബ്രാർ, ഹർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും പ്ലേയിങ് 11 ഉണ്ടാവുക. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മുതലായിരിക്കും മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിലും മത്സരം ലൈവായി കാണാം.